ഞാൻ ഇപ്പം ഇന്ന് നാട്ടിലോട്ട് പോവാണ്. ഇന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ മകൾ ഉണ്ടായി, കുട്ടി ജനിച്ച്, ആദ്യത്തെ കുട്ടിയാണ്. ഇന്നലെ അവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. ടിക്കറ്റ് ഇന്നത്തേക്കാണ് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കാണണം. പിന്നെ ബി സിയിൽ ഇത് ബ്രിട്ടീഷ് കൊളംബിയാണ്. ഇപ്പോൾ വാൻകൂവർ ഈ പ്രൊവിൻസ് ബ്രിട്ടീഷ് കൊളംബിയാണ്. ബ്യൂട്ടിഫുൾ ബി സി എന്നാണ് ഇതിന് ഇവിടെ പറയപ്പെടുന്നത്. അത് സത്യമാണ്. കാരണം അത്രയും പ്രകൃതി രമണീയമാണ്. ഒത്തിരി നല്ല ഫോറസ്റ്റുകളും അതുപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസും ഉള്ള ഒരു സ്ഥലമാണ് ബി സി. ഈ ബി സിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബി സി ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീംസാണ്. ഇപ്പം നോർത്ത് ബി സിയിൽ ഞാൻ വന്ന കാലത്ത് ഒരു 2.5 വർഷം 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് ഡോസൺ ക്രീക്ക്, ഫോർട്ട് സെന്റ് ജോൺ എന്നൊക്കെ പറയും. അവിടെ -35 -40. ഈ അവിടെ നിന്ന് കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ ആൽബർട്ട ബോർഡറിൽ ഗ്രാൻഡ് പ്രയറി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് ആൽബർട്ടയാണ്. അവിടെ ഒരു നൈറ്റിൽ ഞങ്ങൾ കോൾഡസ്റ്റ് നൈറ്റ് ഇൻ കാനഡ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഒരു -56 എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയിൽ അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ള ആളുകളെല്ലാം ഈ സ്നോയും തണുപ്പും ഒക്കെ പറയുമ്പോൾ ഇപ്പം എനിക്ക് വിശ്വാസത്തോടെ പറയാം, -56 ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഓർത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. പിന്നെ അവിടെയുള്ള മറ്റൊരു ഭംഗി എന്ന് പറയുന്നത് നോർത്തേൺ ലൈറ്റ്സ്. അതായത് ഈ ആകാശത്ത് കളറുകൾ മാറുന്ന ഒരു സംഭവമുണ്ട്. നോർത്തേൺ ലൈറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. മലയാളത്തിലെ പേര് എനിക്കറിയത്തില്ല. അതും അവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു. അത് ലൈഫിൽ ഒരു തവണയെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവം, ഒരു അനുഭവമാണ്. പിന്നെ അവിടെ നിങ്ങോട്ട് വരുമ്പോഴത്തേക്കും വൈൽഡ് ലൈഫ്, മൂസ്, കരടി, അങ്ങനെയുള്ള വൈൽഡ് ലൈഫുകളും നമുക്ക് വളരെ റാൻഡമായിട്ട് നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ഹണ്ട് ചെയ്യുന്നവരുണ്ട്, ഫിഷ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ വാൻകൂവറിലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതുപോലെ എക്സ്ട്രീം -ഡിഗ്രി ടെമ്പറേച്ചറുകൾ വരത്തില്ല. ഇവിടെ വന്നാൽ തന്നെ ഒരു -4 -5 -10 വരെയൊക്കെ പോയാൽ അത് ഒരു വളരെ റെയറായിട്ട് ഉണ്ടാകുന്നൊരു സാധനം. അതുകൊണ്ടാണ് വാൻകൂവർ, വിക്ടോറിയ ഈ സ്ഥലങ്ങളിൽ ഇത്രയും ആളുകൾ വന്ന് തിങ്ങിപ്പാർക്കുന്നത്. ഒരു റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന സിറ്റിയാണ് വാൻകൂവർ. അതുപോലെ തന്നെ തൊട്ടടുത്താണ് വിക്ടോറിയ വാൻകൂവർ ഐലൻഡിലെ വിക്ടോറിയ എന്ന സ്ഥലത്താണ് ബി സിയുടെ പാർലമെൻറ്റ് ഇരിക്കുന്നത്. അത് ഭയങ്കര ഒരു ആർക്കിടെക്ചർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് ഇവിടെ വരുന്നവരെല്ലാവരും ഒരിക്കലെങ്കിലും വാൻകൂവർ ഐലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും.